ജയരാമേട്ടനോട് 1000 മാപ്പ് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അതിന്റെ ആവശ്യമില്ല അമ്മ. അമ്മ അച്ഛനോട് മാപ്പ് പറഞ്ഞാലും ഇല്ലെങ്കിലും അച്ഛനൊരിക്കലും അത് ഇഷ്ടമാവില്ലെന്ന് എനിക്കറിയാം. എന്റെ അച്ഛന്റെ, അതായത് ദേവമ്മയുടെ കഴുത്തിൽ താലി കെട്ടിയ ആളുടെ കുഞ്ഞം ഇപ്പൊ ദേവമ്മയുടെ വയറ്റി വളരുന്ന. ഇനി ഞാൻ പറഞ്ഞത് എന്താന്ന് മനസ്സിലായില്ലെങ്കിൽ ആദ്യം ജീവിച്ചിരിക്കുന്ന എന്നെ കൊല്ലണം. അതിനുശേഷം മതി അകത്തുള്ളതിനെ കൊല്ലുന്ന. അതിന് ദേവമ്മയ്ക്ക് പറ്റോ? അതിന് പറ്റാത്തിടത്തോളം ഇപ്പൊ അമ്മ എടുത്തിരിക്കുന്ന ഈ തീരുമാനം അമ്മയായി തന്നെ മാറ്റണം. ദേവമ്മയ്ക്ക് ഇനി ഇതുപോലെ ചെയ്യാം. ചിലപ്പോ അത് ഞാൻ കണ്ടില്ലാന്ന് വരും. പക്ഷേ മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ആള് എല്ലാം കാണുന്നുണ്ട്. മോളെ, ദേവമ്മ സംശയിക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ ചെറിയച്ഛനോട് പറയാം. അയ്യോ മോളെ. ചെറിയച്ഛൻ മുത്തശ്ശിയോടൊക്കെ പറയേണ്ട പോലെ പറഞ്ഞോളൂ. ദേവമ്മ നോക്കിക്കും. അതറിയുമ്പോ ഇവിടെ എല്ലാവർക്കും സന്തോഷമാവേ ഉള്ളൂ. എന്താണ് ചെറിയച്ഛനോട് പറഞ്ഞ് ഇവിടെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന കാര്യം? എല്ലാരെയും സന്തോഷിപ്പിക്കുന്ന കാര്യം പറഞ്ഞിട്ട് നന്ദിനിയടത്ത് കരയാണല്ലോ. അത് ദേവമ്മ സന്തോഷം കൊണ്ട് കരഞ്ഞതാ. ഓ, അങ്ങനെയാണോ? നന്ദിനി കരഞ്ഞു നിലവിളിക്കാൻ മാത്രം എന്താണാവോ സന്തോഷ വാർത്ത? അതൊക്കെ വൈകാതെ എല്ലാരും അറിയും, അല്ലേ?